നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ BM800 എന്ന് പറയുന്ന മൈക്രോഫോൺ അൺബോക്സ് ചെയ്ത് തുടങ്ങുക. അതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ മേടിച്ചായിരുന്നു, ടേബിൾ സ്റ്റാൻഡാണ് മേടിച്ചത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും അതിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാനും, പിന്നെ അത് മാത്രമല്ല അത് നമ്മുടെ അടുത്തായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഇത് ഇവിടെ ഈ മേശയിൽ വെക്കണേക്കാളും സൗണ്ട് വ്യത്യാസം ഉണ്ടാവില്ല. ആ ഒരു ടെസ്റ്റിങ്ങുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് us. നമുക്ക് വീഡിയോയിലിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് പയ്യെ അൺബോക്സ് ചെയ്യാം. ഇത് ജുവാറസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൈക്ക് സ്റ്റാൻഡാണ്. ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക് സ്റ്റാൻഡ്. ഇപ്പോൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വന്നത്. ഇത് നമുക്ക് പയ്യെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് കട്ട് ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു കാർഡ്ബോർഡ് കേസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. മെയിനായിട്ടുള്ള സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഇത് ടേബിൾ സ്റ്റാൻഡാണ്. ടേബിളിൽ പിടിപ്പിക്കാൻ പറ്റുന്ന മൈക്ക് സ്റ്റാൻഡാണ്, അല്ലാണ്ട് നമ്മുടെ സാധാ മൈക്ക് സ്റ്റാൻഡ് അല്ല. ടേബിൾ ഉണ്ടെങ്കിൽ ടേബിളിൽ പിടിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്ന മൈക്ക് സ്റ്റാൻഡാണ്. അപ്പോൾ ജുവാറസ് JRZ16MS എന്നാണ് ഇതിൻ്റെ നെയിം. ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മൈക്രോഫോൺ സ്റ്റാൻഡ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ ടേബിളിൽ പിടിപ്പിക്കാനുള്ള സംഭവം. ടേബിളിൽ ഈ മൈക്രോഫോൺ സ്റ്റാൻഡ് പിടിപ്പിക്കാനുള്ളൊരു സംഭവമാണത്, ക്ലാമ്പ് എന്ന് പറയും. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഇതിൻ്റെ ഒപ്പം വന്നത്. ഇത് നമ്മൾ പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ മൈക്ക് ഹോൾഡർ ഉണ്ട്. മൈക്ക് ഹോൾഡറാണ് അപ്പുറം ഇരിക്കുന്നത്. ഇത് മൈക്ക് ഹോൾഡറാണ്. ഈ ഇരിക്കുന്നത് മൈക്ക് ഹോൾഡറാണ്. അത് സ്റ്റാൻഡ്, മറ്റേത് ടേബിളിൽ ഹോൾഡ് ചെയ്യാനുള്ള ക്ലാമ്പ് പോലത്തെ സംഭവം. ഇത്തരം സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പയ്യെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. മൈക്ക് ഹോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം പ്ലാസ്റ്റിക്കാണ്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ മൈക്ക് സ്റ്റാൻഡ് നമുക്ക് നോക്കാം. ഇതാണ് മൈക്ക് സ്റ്റാൻഡ്. ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മൈക്ക് സ്റ്റാൻഡിൻ്റെ നടുക്കായിട്ടൊരു നോബ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നിവർത്താനും താത്താനും പറ്റും. അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മടക്കി നമ്മുടെ കറക്റ്റ് പൊസിഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആ സംഭവം. പിന്നെ ഇങ്ങറ്റത്ത് വരുമ്പോൾ നമുക്ക് ടേബിളിൻ്റെ സംഭവം വെക്കാനുള്ള, ടേബിൾ ഹോൾഡർ ക്ലാമ്പ് വെക്കാനുള്ള സ്ഥലമാണ്. ഇപ്പുറം വന്ന് കഴിയുമ്പോൾ നമുക്ക് മൈക്ക് വെക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഇങ്ങറ്റത്ത് നമുക്ക് ടേബിളിൽ വെക്കണ സംഭവം ഫിറ്റ് ചെയ്യണം നോക്കാം നമുക്ക്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആ സംഭവം നമ്മൾ ഈ നട്ട് ലൂസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് തള്ളി കയറ്റി കൊടുക്കണം. എന്നിട്ട് ആ നട്ട് ഫിറ്റ് ആക്കണം. നമ്മൾ ഈ നട്ട് ഫിറ്റ് ആക്കുക. ഇത്രേ ഉള്ളൂ. ആ ക്ലാമ്പ് അതിൽ പിടിപ്പിക്കണത് അത്രേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് സെറ്റായി. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. അടുത്ത സൈഡിലാണ് നമ്മുടെ മെയിനായിട്ട് മൈക്കിൻ്റെ ഹോൾഡർ പിടിപ്പിക്കണത്. അപ്പോൾ ഹോൾഡർ എങ്ങനെ പിടിപ്പിക്കണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മൈക്കിന് അഥവാ ഷോക്ക് മൗണ്ടൊന്നും ഇല്ലെങ്കിൽ ഈ ഹോൾഡർ വെച്ചിട്ട് മൈക്ക് അതിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോൾഡർ പിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് തിരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും ആക്കാം കേട്ടോ. ആ ഹോൾഡറിൻ്റെ പൊസിഷൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൻ്റെ വലിപ്പം നമുക്ക് പയ്യെ വലിച്ച് കൂട്ടാം. ഇപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല, ജസ്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യണം നോക്കാം. ഇതിങ്ങനെ ചുമ്മാ നട്ട് പോലെ തിരിച്ചു കൊടുത്താൽ മതി. നട്ടിൽ നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കണ കൂട്ട് ജസ്റ്റ് നട്ടിട്ട് മുറുക്കണ കൂട്ട് ജസ്റ്റ് മുറുക്കി കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ നമ്മുടെ അത് ഫിറ്റായി. ഇത്രേ ഉള്ളൂ നമ്മുടെ മൈക്രോഫോൺ സ്റ്റാൻഡിൻ്റെ സെറ്റിങ്സ്. മെയിനായിട്ട് അതിൽ സെറ്റിങ്സ് ചെയ്യാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ടേബിളിൽ എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്നാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ബാക്കി സ്റ്റാൻഡിൽ പിടിപ്പിക്കേണ്ട സാധനങ്ങളൊക്കെ പിടിപ്പിച്ചു. ഇനി നമുക്ക് ടേബിളിൽ പിടിപ്പിക്കാം. അതിനായിട്ട് ഇത് ജസ്റ്റ് ലൂസ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ അത് കറക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ടേബിളിൻ്റെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. തിരിച്ച്
ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കി കഴിയുമ്പോൾ ടൈറ്റ് ആവും. അങ്ങനെ നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കുക. നമുക്ക് വേണ്ട പൊസിഷൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് ടൈറ്റ് ആക്കുക. ടൈറ്റാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കനുസരിച്ച് കറക്റ്റ് പൊസിഷൻ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ടൈറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, ഒരനക്കവും പറ്റാത്ത രീതിയിൽ ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് കഴിഞ്ഞു, ടേബിളിലുള്ള സെറ്റിങ്സ് കഴിഞ്ഞു. വിൻഡ് ഷീൽഡ് എന്ന് പറയുന്ന സാധനം പിടിപ്പിക്കാം. വിൻഡ് ഷീൽഡ് പിടിപ്പിക്കാനായിട്ട് ആദ്യം ഞാൻ പിടിപ്പിച്ചിരുന്ന ടേബിളിലായിരുന്നു. അത് ഊരിയിട്ട് ഞാൻ സ്റ്റാൻഡിലായിട്ട് ജസ്റ്റ് നട്ട് മുറുക്കി സ്റ്റാൻഡിൽ പിടിപ്പിച്ചു വെച്ചു. അപ്പോൾ വിൻഡ് ഷീൽഡ് പിടിപ്പിച്ചു, സ്റ്റാൻഡ് പിടിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ മൈക്കാണ് പിടിപ്പിക്കാനുള്ളത്. മൈക്കിൽ ഈ ഷോക്ക് മൗണ്ട് ഉള്ള കാരണം നമ്മൾ ആ ഓൾറെഡി ഉള്ള ആ മൈക്രോഫോണിൻ്റെ ആ ഹോൾഡർ നമ്മൾ ഊരിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ആ ഷോക്ക് മൗണ്ടിൻ്റെ ഉള്ളിലൊരു നട്ട് നമുക്ക് മേടിച്ചപ്പോൾ തന്നെ കിട്ടിയായിരുന്നു. ആ നട്ട് ഇതുമ്മ കറക്കി പിടിപ്പിച്ച് വയ്ക്കുക. കാരണം അത് വെച്ചാൽ മാത്രമാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നട്ട് പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ നമ്മൾ ഇത് മേടിക്കേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റം ഉണ്ടോ, അവിടെ നമ്മൾ കറക്കി വയ്ക്കുക. അപ്പോൾ ഞാനത് ഫിറ്റ് ചെയ്യാണ്. ഇതിപ്പോൾ ക്യാമറയും ഇതും പിടിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല. അതിങ്ങനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഫിറ്റായിട്ടുണ്ടാവും. ഇനി നമ്മൾ മൈക്ക് ഞാൻ ഊരിയായിരുന്നു അത് കയറ്റാൻ വേണ്ടിയിട്ട്. ഇനി മൈക്ക് നമ്മൾ പയ്യെ സെറ്റ് ചെയ്ത് വയ്ക്കുക. സെറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് അതിന്മേൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൈക്ക് പയ്യെ താത്തി കൊടുക്കുക. ഓക്കെ, മൈക്ക് സെറ്റായി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സാധനം വെക്കാണ്ടിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഈ ഡസ്റ്റ് കയറാണ്ടിരിക്കുന്ന ഈ സംഭവം വെക്കാണ്ടിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ വയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ വച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഓൾറെഡി എല്ലാ സെറ്റിങ്സും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയർ കുത്താനാണ്. വയർ നമ്മൾ താഴേന്ന് കുത്തുക. അത് ഇന്നലെ കാണിച്ചു തന്നാണ്. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തള്ളിയാൽ മാത്രം മതി. ഈ സാധനം നിങ്ങൾ എടുത്തു വെച്ചേക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല മൈക്കൊക്കെ മേടിക്കുമ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല. അടുത്ത് നമ്മുടെ USB സൗണ്ട് കാർഡിലായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്തുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്തേക്കാണ്. നമ്മുടെ 10 to 15 സെൻറ്റിമീറ്റർ അകൽച്ചയിൽ നമ്മൾ കറക്റ്റായിട്ട് മൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്ര സൗണ്ട് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഒരു എഡിറ്റിംഗ് ചെയ്യാതെയുള്ള ഡയറക്റ്റ് സൗണ്ടാണ്. ഇനി നമുക്ക് ഓഡാസിറ്റിയിലിട്ട് ഒന്ന് മെച്ചപ്പെടുത്തി കഴിയുമ്പോഴുള്ള സൗണ്ടും അതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓഡാസിറ്റിയിലിട്ട് ജസ്റ്റ് ഡബിൾ ചെയ്ത് നമ്മൾ ആംപ്ലിഫൈ ഒക്കെ ചെയ്ത് നോയ്സ് റിഡക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ടും ആ സൗണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടാവും. അപ്പോൾ ഇതിൽ എന്തൊക്കെ എഡിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് നോയ്സ് റിഡക്ഷൻ ചെയ്തു, കംപ്രഷൻ ചെയ്തു, നോർമലൈസേഷൻ ചെയ്തു, പിന്നെ ആംപ്ലിഫിക്കേഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.